നമസ്കാരം. വൈ സം പീപ്പിൾ നെവർ അപ്പോളജൈസ്. ചില ആളുകൾ എന്ത് തെറ്റ് ചെയ്താലും ക്ഷമ ചോദിക്കാറില്ല. ശ്രദ്ധിച്ചിട്ടില്ലേ? അവരൊരിക്കലും ആ തെറ്റ് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അവർ ക്ഷമ ചോദിക്കാത്തത് അവരുടെ ദുഷ്ടത കൊണ്ടോ അവരുടെ വൃത്തികെട്ട സ്വഭാവം കൊണ്ടോ മാത്രമല്ല, അവരുടെ പക്വതയില്ലായ്മ കൊണ്ടായിരിക്കാം, അവരുടെ പേടി കൊണ്ടായിരിക്കാം, തങ്ങൾ ചെറുതായി പോകുമോ എന്നുള്ള ചിന്ത കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഈഗോ കൊണ്ടായിരിക്കാം. തെറ്റ് ചെയ്യാതിരിക്കുന്നതിലല്ല മഹത്വം. ചെയ്യുന്ന തെറ്റുകൾ തുറന്നു പറഞ്ഞ് ക്ഷമ ചോദിക്കുമ്പോഴാണ് നാം അതിശക്തനായ മനുഷ്യനായി മാറുന്നത്. തെറ്റ് ചെയ്തിട്ട് ക്ഷമ ചോദിക്കുന്നവൻ കഴിവില്ലാത്തവനല്ല, അവൻ വളരെ ശക്തനാണ്. കാരണം അവൻ അവൻ്റെ ഇമേജിനെ കുറിച്ച് പേടിക്കുന്നില്ല. അവന് ക്ഷമ ചോദിക്കുന്നത് കൊണ്ട് ഒന്നും നഷ്ടപ്പെടുന്നില്ല എന്ന സത്യം അവൻ മനസ്സിലാക്കുന്നു. കാരണം അവൻ്റെ ഉള്ളിലെ പ്രതികാര ശക്തി ഇല്ലാതായി പോവുകയാണ്. ചില ആളുകൾ എത്ര തെറ്റ് ചെയ്താലും അവർ മൈൻഡ് ചെയ്യില്ല. ചിലർ സ്വാർത്ഥത കൊണ്ടും അങ്ങനെയുണ്ട്. കാരണം ഞങ്ങൾ ക്ഷമ ചോദിക്കാൻ പാടില്ലാത്തവരാണ്. മറ്റുള്ളവരുടെ തലയിൽ കുറ്റം അവർ കെട്ടിവെച്ചെന്ന് വരും. ഒരിക്കലും സ്വന്തം തെറ്റുകൾ അവർ ഏൽക്കത്തില്ല. അത് അവരുടേതാണെന്ന് സമ്മതിച്ചു തരില്ല. പകരം മറ്റുള്ളവരെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കും. തെറ്റുകൾ ചെയ്യാതിരിക്കുന്നത് വലിയ കാര്യമൊന്നുമല്ല. മനുഷ്യനാണ് തെറ്റുകൾ ചെയ്തു പോകും. തെറ്റ് ചെയ്തു കഴിഞ്ഞ് അത് മനസ്സിലാക്കി ക്ഷമ ചോദിക്കുന്നത് ഒരു അഹങ്കാരമല്ല, ഒരു ആത്മധൈര്യത്തിൻ്റെ പ്രതിരൂപമാണ്, ശക്തിയുടെ പ്രതിരൂപമാണ്. കാരണം ഒരു തെറ്റ് ചെയ്താൽ അത് സമ്മതിക്കാനുള്ള ആർജവം ശക്തനായ മനുഷ്യന് മാത്രമേ ഉണ്ടാവാറുള്ളൂ. കാരണം അവൻ്റെ ജീവിതത്തിൽ ചെയ്ത തെറ്റിനെക്കുറിച്ച് ബോധ്യമുണ്ട്. 2, അവൻ്റെ ഉള്ളിലെ അവൻ്റെ മനസ്സമാധാനം അവന് നഷ്ടപ്പെടുത്താൻ താല്പര്യമില്ല. 3, അവനത് തുറന്ന് പറയുമ്പോൾ അവൻ അത്രയ്ക്ക് ശക്തനായി തീരുകയാണെന്ന് അവന് തന്നെ തിരിച്ചറിയാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലും തെറ്റുകൾ ചെയ്താൽ തീർച്ചയായും അത് ഏറ്റുപറയുക. അതിന് മടി വിചാരിക്കേണ്ട കാര്യമില്ല. തെറ്റുകൾ ഏറ്റുപറയുമ്പോൾ നിങ്ങൾ തോൽക്കുകയല്ല, പകരം ജയിച്ചു തുടങ്ങുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിങ്ങൾ ചെയ്ത തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ഇനി തെറ്റുകൾ ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങളും എന്നോടൊപ്പം കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളുടെ ഡോക്ടർ ഡഗ്ലസ് കെ. വീണ്ടും ഒരു മനഃശാസ്ത്ര യാത്രയിലൂടെ നമുക്ക് കാണാം. താങ്ക് യു.